വളരെ ആവേശകരമായിട്ടാണ് 16ാം സംസ്ഥാന സമ്മേളനം അതിൻ്റെ പ്രതിനിധി സമ്മേളനം അവസാനിച്ചിരിക്കുന്നത്. പൊതുസമ്മേളന വേദിയിലേക്ക് നമ്മൾ പോവുകയാണ്. സമ്മേളനത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ചെല്ലാം സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ബിജിൻ MLA ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൻ്റെ ചെറുപ്പം, ആ ചെറുപ്പത്തിൻ്റെ ആസ്പിറേഷൻസിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി തീർച്ചയായും DYFI ഈ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാകും. ഇന്നലകളിൽ DYFI നടത്തിയ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഞങ്ങളുടെ വേദിയിലേക്ക് വന്ന വളരെ പ്രഗത്ഭരായ, ഞങ്ങളോട് ഐക്യദാർഢ്യം അറിയിച്ച, സോളിഡാരിറ്റി അറിയിച്ചെത്തിയ വ്യക്തികളുണ്ട്. YLFൻ്റെ ഭാഗമായി ശ്രീമതി അരുന്ധതി റോയ്, ഗീതാഞ്ജലി ശ്രീ, അതുപോലെ തന്നെ കനിമൊഴി. ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ എത്തിയത് പ്രകാശ് രാജാണ്. മുൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ പുരോഗമന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളാകെ ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പത്തിനിടയിൽ പ്രവർത്തിക്കേണ്ട ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ശരിയായ മുദ്രാവാക്യം ഉയർത്തുന്ന തെളിമയായ രാഷ്ട്രീയമുള്ള സംഘടനയാണ് DYFI എന്ന് അംഗീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ്. തീർച്ചയായും അത്തരം പുരോഗമനാശയം ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ സമാന ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, അവരുടെ എല്ലാം പിന്തുണ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഓരോ കാലഘട്ടത്തിലും ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ കൂടി ഭാഗമാണ്. ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനമാണ് സമരങ്ങളെ നിശ്ചയിക്കുന്നത്. യുവജന വിരുദ്ധ നയങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് കേരളത്തിലെ വലതുപക്ഷ ഗവൺമെൻറ് തീരുമാനിക്കുന്നതെങ്കിൽ, അങ്ങനൊരു സംശയം ഞങ്ങൾക്ക് വരാൻ കാരണം ഈ കുറച്ച് നാളുകളായി തന്നെ അങ്ങേയറ്റം കടുത്ത യുവജന വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട്, മനുഷ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് UDF ഗവൺമെൻറ് പോകുന്നത്. അതിന് അതിശക്തമായ പോരാട്ടം തീർച്ചയായും തെരുവുകളിൽ ഉണ്ടാകും. DYFI അതിൻ്റെ നേതൃത്വമായി ഉണ്ടാകും. അതോടൊപ്പം DYFI സ്വീകരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഹൃദയപൂർവ്വം പോലെയുള്ള പദ്ധതികൾ, അതുപോലെ ഏറ്റവും മാനവികമായൊരു പദ്ധതിയെ പോലും ഇല്ലാതാക്കാനുള്ള പരിശ്രമം ആരോഗ്യമന്ത്രിയുടെ എല്ലാം ഭാഗത്തു നിന്നും പരാമർശങ്ങളായി ഉണ്ടായ ഒരു ഘട്ടം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി DYFI നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് രക്തദാനമുണ്ട്, മരണശേഷം അവയവദാനം നൽകാൻ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകുന്ന ചെറുപ്പത്തിൻ്റെ സംഘടനയാണ് DYFI. അതുപോലെ തന്നെ പാരിസ്ഥിതിക വിഷയങ്ങൾക്കകത്ത് അഭിപ്രായം പറയുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളും ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകും. ഒപ്പം സഖാവ് വിജിൻ ഇവിടെ സൂചിപ്പിച്ച പുതിയ ചില പദ്ധതികൾ, ഹൃദയതാളം പോലെയുള്ള പദ്ധതി, ഹലോ ടു AI പോലെയുള്ള പദ്ധതി, അതിലെല്ലാം കൂടുതൽ വൈവിധ്യപൂർണമായ പദ്ധതികളുമായി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാൻ DYFI ശക്തമായി തന്നെ മുമ്പോട്ട് പോകും. അല്ല, ജനാധിപത്യപരമായ സമരങ്ങളിൽ അല്ലെങ്കിൽ ജനാധിപത്യപരമായ സമര പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു അയോഗ്യതയല്ല. അത് തീർച്ചയായും ആ സമരത്തിന്റെ ഭാഗമായി ആ സമരത്തിൽ പങ്കെടുത്ത ഒരു സഖാവാണ്. ആ സഖാവ് അതിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കുന്നതാണ്. അതൊരു അയോഗ്യതയായി കമ്മിറ്റിയിൽ വരുന്നതിന് ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ SFIയുടെ ജില്ലാ ഭാരവാഹി ഇരിക്കുമ്പോഴാണ് ഈ കേസ് സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് തന്നെ വിദ്യാർത്ഥി സംഘടനാ കാലത്തും യുവജന പ്രസ്ഥാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് പൂർണ്ണമായും UDFൻ്റെ ഭരണകൂടം അന്ന് DYFI SFI പ്രവർത്തകർക്ക് നേരെയെടുത്ത കള്ളക്കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DYFIയുടെയോ SFIയുടെയോ സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ പോകുന്ന, ഈ സമ്മേളനത്തിൽ തന്നെ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ജയിൽവാസം അനുഭവിച്ച, അല്ലെങ്കിൽ അത്തരം കള്ളക്കേസുകളുടെ ഭാഗമായിട്ട് വേട്ടയാടപ്പെട്ട നിരവധി സഖാക്കൾ പ്രതിനിധികളായ ഒരു സമ്മേളനം കൂടിയാണ് ഈ കഴിഞ്ഞു. തീർച്ചയായും വലതുപക്ഷ ഭരണകൂടം അതത് ഘട്ടങ്ങളിൽ DYFIയുടെയും SFIയുടെയും പ്രവർത്തകരെ വേട്ടയാടുകയും ഇത്തരത്തിൽ കള്ളക്കേസുകൾ പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു കേസ് കൂടിയാണ് ആ കേസ്. സ്വാഭാവികമായിട്ടും പോലീസുമായുള്ള, അത് തന്നെയാണ് ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണം കൂടിയായി ഉപയോഗിക്കുന്ന പോലീസുമായിട്ടുള്ള ഒരു കേസിനെ അത് കള്ളക്കേസായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ സഖാവിനെതിരായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോയത്. തീർച്ചയായും
അത് ഹൈക്കോടതിയിൽ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമം നടക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യവും സത്യവും പുറത്തു വരും. സഖാവ് എന്ന രീതിയിൽ ഒരു പ്രവർത്തകൻ നടത്തിയ സംഘടനയിൽ നടത്തിയ ഇടപെടലുകൾ, സംഘടനയ്ക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, അതാണ് ഓരോ ഘടകത്തിൽ നിന്നും പ്രൊമോഷൻ കൊടുക്കാനുള്ള മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ആ സഖാവ് എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തത്.